ബോയ് ഫ്രണ്ട് ഉള്ള ഗേൾസിനാണ് കൂടുതലും PCOD അല്ലെങ്കിൽ PCOS കണ്ടുവരുന്നത് എന്നൊരു കുട്ടി ചോദിച്ച ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ തമ്പുനയിൽ. അപ്പോ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത് PCOD അല്ലെങ്കിൽ PCOS കുറിച്ചാണ്. എന്താണ് PCOD അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ സിൻഡ്രം എന്ന് പറയുന്ന അസുഖം? ഇത് സർവ്വസാധാരണയായിട്ട് 50% മേലെ പെൺകുട്ടികൾക്ക് കണ്ടുവരുന്ന അസുഖമാണ് PCOD. അപ്പൊ നമുക്കറിയാം, ഗേൾസിന്റെ മാത്രമല്ല ബോയ്സിന്റെയും ബോഡി അല്ലെ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, നർവസ് സിസ്റ്റം, ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഈ സിസ്റ്റത്തെ മുഴുവനും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും. അതിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹോർമോൺ കൊണ്ട് കൺട്രോൾ ചെയ്യുന്നതാണ്. ഈ ഹോർമോൺ കൊണ്ട് കൺട്രോളും കോർഡിനേറ്റും ചെയ്യുന്ന സിസ്റ്റമാണ് എൻഡോക്രൈൻ. അപ്പോ ഈ ഹോർമോൺ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ഒരുപാട് ജീവൽ പ്രവർത്തനങ്ങൾ കൺട്രോളും കോർഡിനേറ്റും ചെയ്യുന്ന ആളാണ് ഹോർമോൺ. അത് ബോയ്സിനെക്കാട്ടിലും കൂടുതൽ ഹോർമോണൽ ആക്ഷൻസും റിയാക്ഷൻസും ആ കൺട്രോളും വേണ്ടത് ഗേൾസിനാണ്. കാരണം അവർക്ക് മെൻസ്ട്രൽ സൈക്കിള് റെഗുലറായി നടക്കണം, ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി ആദ്യം നടക്കണം, പിന്നെ ഡെലിവറിയിലേക്ക് പോകണം. ഇതൊക്കെ ഹോർമോണിന്റെ ബാലൻസിലാണ്. ഈ ഹോർമോൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയാൽ അത് ഇംബാലൻസ്ഡ് ആവുകയും അതിന്റെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ കാണുകയും ചെയ്യും. അപ്പൊ ആദ്യം ഞാൻ പറയുന്നത്, PCOD ഉള്ള ഗേൾസ് അല്ലെങ്കിൽ PCOD ഉണ്ട് എന്നെങ്ങനെ അവർ മനസ്സിലാക്കുന്നത്? PCOD ഉള്ള ഗേൾസിന് ആദ്യം കാണിക്കുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ അവർക്ക് 2 ഓവറി ഉണ്ടാവുക. യൂട്രസിന്റെ 2 സൈഡിൽ 2 ഓവറി, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഓർഗൻ ആണ്, അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡ് ആണ് ഈ ഓവറി എന്ന് പറയുന്നത്, അണ്ഡാശയം. ഈ ഓവറിയിൽ ഒരുപാട് ഫോളിക്കിൾസ് ഉണ്ടാവും. അത് കൃത്യമായി വലുതായി ഓവുലേഷൻ നടത്തി അങ്ങനെയാണ് മെൻസ്ട്രൽ സൈക്കിൾ കൃത്യമായിട്ട് നടക്കുക. ഈ ഓവറി സാധാരണ സോഫ്റ്റ് ആയിരിക്കും, വളരെ സോഫ്റ്റ് ആയ 2 ഓവറി ഉണ്ടാവുക. പക്ഷെ PCOD ഉള്ള കുട്ടികളുടെ ഓവറിയിലെ ഫോളിക്കിൾസ് തിക്കായത് കാരണം, സിസ്റ്റ് ഉണ്ടായത് കാരണം ആ ഓവറി കുറച്ച് ഹാർഡായിരിക്കും. PCOD ഉള്ള ഓവറി കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ സ്കാനിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2, ആ ഫീമെയിലിന്റെ മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആയിരിക്കും. 28 days 29 days കഴിഞ്ഞ് വരില്ല. 3-4 മാസം ക്രമം തെറ്റിയായിരിക്കും സൈക്കിൾ ഉണ്ടാവുക. 4മത്തത്, അവരുടെ ബോഡിയിൽ ആൻഡ്രോജൻ എന്ന് പറഞ്ഞ മെയിൽ ഹോർമോണിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ മെയിൽസിന്റെ ക്യാരക്ടേഴ്സ്, രോമ വളർച്ചയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ക്ഷീണം, എപ്പോഴും ഉറക്കം, വയ്യായ്മ, ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ അവരുടെ ബോഡിയിൽ പ്രകടമാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു PCOD ലക്ഷണമാണ്, PCOD ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും, ടെസ്റ്റ് ചെയ്ത് കണ്ടെത്താനും പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറയിലുള്ള ഈ കുട്ടികൾക്ക് PCOD വരുന്നത് എന്ന് ചോദിച്ചാൽ, ഹോമിയോപ്പതി ആയാലും അലോപ്പതി ആയാലും ആയുർവേദ ആയാലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ മെയിൻ ആയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റമാണ്. അങ്ങനെ ഹോർമോൺ ഇംബാലൻസ് ആവുന്ന ലൈഫ് സ്റ്റൈലാണ് ഇപ്പം പല ഗേൾസും ഫോളോ ചെയ്യുന്നത്. അതിൽ 1മത്തത് ഉറക്കമില്ലായ്മ. രാത്രി വൈകിയുള്ള ഉറക്കം, 11, 12, 1, 2, 3 മണിക്കൊക്കെ ചില സമയങ്ങളിൽ ഉറക്കം. 2, സ്ട്രെസ്, വെറുതെ ആവശ്യമുള്ള കാര്യം ആവശ്യമില്ലാത്ത കാര്യം സ്ട്രെസ്സും ടെൻഷനും അടിക്കുക. 3, ഈ ടീനേജും അതുപോലെ തന്നെ അഡൽട്ട് +1 +2 SLC ഉള്ള കുട്ടികളൊക്കെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് പഠിക്കുക, സ്ട്രെസ് ചെയ്ത് പഠിക്കുക, പഠിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുക. പഠിക്കാനല്ലല്ലോ ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടിയല്ലേ പഠിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി മാത്രം പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാർ. അതുപോലെ ഭക്ഷണം, ജങ്ക് ഫുഡുകൾ, അതുപോലെ ഹോർമോണ് ഇംബാലൻസ്ഡ് ആക്കുന്ന പാക്കറ്റ് ഫുഡുകൾ, അതുപോലെ ബേക്കറി ഐറ്റംസ്, മെയിനായിട്ട് ഓയിലി ഫുഡുകൾ, അഡൾട്രേറ്റഡ് ഫ്രൂട്ട്സ് ജ്യൂസുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യും. അടുത്ത കാര്യം, എക്സസൈസ് ഇല്ലായ്മ. പണ്ടത്തെ പോലത്തെ എക്സസൈസ്, എല്ലാ ദിവസവും റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ഇല്ലായ്മ. അമിതമായ വണ്ണം, ഒബിസിറ്റി എന്ന് പറയുന്ന അമിതമായിട്ടുള്ള വണ്ണം. അതുപോലെ തന്നെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് കൊണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാരണങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറയുന്ന ഈ പഞ്ചസാര വളരെ പ്രശ്നമുള്ള കാര്യം, പഞ്ചസാരയുടെ അമിതമായ യൂസേജ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ PCODയിലേക്ക് ഒരു ഗേൾസിനെ എത്തിക്കുന്നത്. ഓക്കെ, ഇനി ഈ PCOD വന്നു, സിംറ്റംസ് മനസ്സിലായി, അത് വരാനുള്ള കാരണവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളതാണ്. PCOD വന്ന കുട്ടിക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിൽ 1ാമത്തെ ട്രീറ്റ്മെന്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആ കുട്ടി സ്വയം ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണോ PCOD വന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യുക പെട്ടെന്ന് തന്നെ.
കൃത്യമായിട്ട് ഉറങ്ങുക, ടെൻഷനൊക്കെ ഒഴിവാക്കുക, ആവശ്യമില്ലാതെ പഠിക്കുന്നത് ഒഴിവാക്കുക, ബേക്കറി ഫുഡ്സ് ഒഴിവാക്കുക, ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്ന ടെൻഷൻസ്, ചിന്താഗതി ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുക. എന്താ പറയുക, വളരെ സുഖകരമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക, ടെൻഷൻ ഫ്രീ ആവുക, നല്ല ഭക്ഷണ ക്രമീകരണം, ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ടേസ്റ്റ് ഉണ്ടാകും പല ഭക്ഷണങ്ങളും, പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയിട്ട് നല്ല ഭക്ഷണ രീതി, നല്ല വെൽ ബാലൻസ്ഡ് ഡയറ്റിലേക്ക് കൊണ്ടുവരിക. അടുത്തൊരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, അഥവാ ഇനി ഈ ഭക്ഷണം കൊണ്ടും ലൈഫ് സ്റ്റൈലിലൊന്നും മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡോക്ടറുടെ സഹായത്തോടു കൂടി സ്റ്റീറോയിഡ് ഹോർമോണുകളോ അല്ലെങ്കിൽ മരുന്നുകളോ, ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ മരുന്നുകളൊക്കെ വാങ്ങിച്ചു കഴിക്കാം. നമ്മളൊരിക്കലും ഡോക്ടർ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ വാങ്ങിച്ചു കഴിക്കരുത്. കാരണം അത് വീണ്ടും കോംപ്ലിക്കേഷനിലേക്ക് പോകും. കാരണം സ്റ്റീറോയിഡ് കാരണം തന്നെ ആയിരിക്കും PCOD ഉണ്ടായത്. വീണ്ടും നമ്മൾ ആവശ്യമില്ലാതെ സ്റ്റീറോയിഡ് കഴിച്ചു കഴിഞ്ഞാൽ വിഷയമാണ്. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന സ്റ്റീറോയിഡ് ഹോർമോൺ കഴിക്കരുത്. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രം കഴിക്കുക. ഒരു 3 മാസം വരെ 4 മാസം കൊണ്ട് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നാൽ, ഈ മെഡിസിൻ കൊണ്ടൊന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നാൽ സർജറി ഉണ്ട്, ലാപ്രോസ്കോപ്പിക് സർജറികൾ ഉണ്ട്. അത് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിൽ നിന്നും വിട്ടുപോയാൽ കോംപ്ലിക്കേഷൻസ് ഒരുപാട് ഉണ്ടാവും. അതുകൊണ്ട് അത് വിട്ടുപോകാതിരിക്കുക. അതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി, കുഞ്ഞുങ്ങളുണ്ടാകാത്ത അവസ്ഥയിലേക്ക് പോകും. ദാമ്പത്യം വളരെ മോശമായ രൂപത്തിലേക്ക് പോകും. പിന്നെ സെർവിക്കൽ ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, യൂട്രസിന്റെ ഉള്ളിലെ എൻഡോമെട്രിയൽ ലെയർ തിക്നെസ് ആയി മാറുക, കട്ടി കൂടുക, അപ്പോൾ മെൻസ്ട്രുവൽ സൈക്കിൾ ഇറഗുലർ ആയി മാറുക, നേരത്തെ മെനോപോസ് നേരത്തെ ആവുക, മെനോപോസൽ ബ്ലീഡിങ് വരിക, അനീമിക് ആവുക, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് വരാതെ നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇന്നത്തെ തലമുറ എല്ലാവരും അങ്ങനത്തെ ഒരു ഫുഡിലേക്കും ലൈഫ് സ്റ്റൈലിലേക്കും മാറുന്നത്. അപ്പൊ എക്സസൈസ് ഒക്കെ മറന്നു പോയിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരിക, മൊബൈലൊക്കെ ഒഴിവാക്കിയിട്ട് എക്സസൈസിലേക്കും ഭക്ഷണത്തിലേക്കും അതുപോലെ ഹോർമോണൽ ബാലൻസിലേക്കും അവർ എത്തിച്ചു കഴിഞ്ഞാൽ ഈ രോഗം ഒരുവിധം നമുക്ക് തടയാൻ പറ്റും. ഈ രോഗം ഇല്ലാത്ത നല്ലൊരു തലമുറയായി നല്ലൊരു ദാമ്പത്യത്തിലേക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. ടെൻഷൻ ഫ്രീ ആവുക, കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഈ PCOD എന്ന് പറയുന്ന കാര്യം ഇതാണ്. അല്ലാതെ ബോയ് ഫ്രണ്ട് ഉള്ളവർക്ക് PCOD ഉണ്ടാവുന്നില്ല. അത് സംബന്ധം തന്നെയാണ്. പക്ഷെ അതിൽ ഉദ്ദേശിച്ച് ചിലപ്പോൾ ഇതായിരിക്കും, ബോയ് ഫ്രണ്ട് ആൾക്കാർ കുറെ നേരം ഫോൺ ചെയ്യും, ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതുപോലെ തന്നെ അവരുമായി കറങ്ങിയിട്ട് ഏതെങ്കിലും ബേക്കറിയിലോ മറ്റുള്ള സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാം. അല്ലാതെ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഫ്രണ്ട്ഷിപ്പോ ഇങ്ങനത്തതും ഈ PCOD ആയിട്ട് ഒരു ബന്ധവും ഇല്ല. ഓക്കെ, അപ്പം ഈ PCOD എന്ന് പറയുന്ന ടോപ്പിക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ PCOD കുറിച്ചുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ വീണ്ടും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.